പള്ളിക്കൂദാശക്കാലം രണ്ടാം ഞായർ. മത്തായി 12:1-13 വരെയുള്ള വാക്യങ്ങൾ. ഒരു ഞായറാഴ്ചത്തെ പ്രഭാത സവാരി. ജോലിക്കൊന്നും പോകേണ്ടാത്ത ദിവസമാണിന്ന്. എന്നാൽ ഞായറാഴ്ചത്തെ കടപ്പാട് മൂലം രാവിലെ ഒരു പിക്നിക്കിന് പോകാൻ സമയം അനുവദിക്കുകയില്ല. പിന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് കുടുംബസമേതം ഒരു ഔട്ടിങ്ങിന് പോകാൻ കിട്ടുന്നത്. ഞായറാഴ്ച അടിമ ജോലി ചെയ്യരുതെന്നുണ്ട്. എന്നാൽ ഞായറാഴ്ച കടമ നമ്മെ അടിമയാക്കുന്നില്ലേ? മതനിയമങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ അവയ്ക്ക് അടിമകളാക്കുന്നുണ്ട്. ആരാധന എന്നത് ദൈവത്തിന് നമ്മൾ സമയം ബലി കഴിക്കുന്നത് കൂടെയാണ്. ദേവാലയത്തിലാണ് നമ്മൾ ബലി അർപ്പിക്കുന്നത്. അത് നമ്മൾ ചിലവിടുന്ന പ്രഭാത സമയവുമാണ്. മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാം ഉച്ചവരെയെങ്കിലും ഞായറാഴ്ച പ്രവൃത്തി ദിവസമാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഉറക്കത്തിനും വീട്ടിൽ ഒതുങ്ങിക്കൂടുവാനുമുള്ള സമയവും. ഞായറാഴ്ചയും വേദോപദേശവും ഉപദേശം മാത്രമായി തീരാറുണ്ടോ എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. എത്രമാത്രം അവയെല്ലാം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നവയാണ്, പ്രബുദ്ധരാക്കുന്നവയാണ് എന്ന് ചിന്തിക്കുവാൻ സമയമായി. ഒരു പുനരവലോകനത്തിന് വഴിയൊരുക്കുവാൻ ചില ആമുഖ ചിന്തകൾ പങ്കുവച്ചു എന്ന് മാത്രം. കർത്താവീശോ ഞായറാഴ്ചയ്ക്ക് പകരം നിൽക്കുന്ന സാബത്ത് ദിവസം ശിഷ്യന്മാരോടൊന്നിച്ച് ഒരു പ്രഭാത സവാരി നടത്തുകയാണ്. വയലിൽ കൂടെയുള്ള യാത്രയായിരുന്നു അത്. പ്രഭാത സവാരി എന്ന് എൻ്റെ ഭാവനയിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രമാണ്. കാരണം അക്കാലത്ത് ദേവാലയത്തിൽ പോകുവാനുള്ള കടപ്പാടൊന്നുമില്ലായിരുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ജോലിയൊന്നും ചെയ്യരുതെന്നുള്ള നിബന്ധനയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. വിശ്രമത്തിനുള്ള ദിവസം എന്ന നിലയിൽ ആ നിയമം അഭികാമ്യവുമായിരുന്നു. പ്രകൃതി നിയമത്തോട് ചേർന്നു പോകുന്ന ഒന്നായിരുന്നു സാബത്ത് വിശ്രമത്തെ സംബന്ധിച്ചുള്ള നിബന്ധന. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിലല്ല നിയമത്തിൻ്റെ പൂർത്തീകരണം, മറിച്ച് നന്മ ചെയ്യുന്നതിലാണ് നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന ഒരു പുനർവ്യാഖ്യാനം കർത്താവിൻ്റെ കാലത്ത് ആവശ്യമായി വന്നു. കാരണം നിയമം അനുഷ്ഠിപ്പിക്കുന്നവർ നിയമത്തിന് മനുഷ്യനെ കുരുതി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് സാബത്തിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റു മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും. എല്ലാവരും സാബത്ത് അനുഷ്ഠിക്കണം, അതിന് വിധേയരായിരിക്കണം എന്ന് മാത്രം. ഭക്ഷണത്തിനുള്ള വക ഒരുക്കുന്നത് പോലും അനുവദനീയമായിരുന്നില്ല. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വിശക്കുന്ന ശിഷ്യന്മാർ ഗോതമ്പ് കതിരുകൾ പറിച്ച് കൈകളിലിട്ട് തിരുമ്മി മെതിച്ച് അവ കഴിച്ചു. അത് നിഷിദ്ധമായ പ്രവൃത്തിയായി വ്യാഖ്യാനിച്ച ഫരിസേയർ കർത്താവിൻ്റെ ശിഷ്യന്മാർ സാബത്തിലങ്ങനെ നടത്തിയെന്ന് ആരോപിച്ചു. എത്ര ഹൃദയശൂന്യമായ വ്യാഖ്യാനത്തിലേക്ക് പാരമ്പര്യം അവരെ എത്തിച്ചു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമായിരുന്നു അത്. കർത്താവീശോ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് പാരമ്പര്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചപ്പാടിൽ വിശപ്പിൻ്റെ വിളിക്ക് പാരമ്പര്യത്തിൻ്റെ ശാസനയേക്കാൾ പ്രാധാന്യമുണ്ടായിരുന്നു. വിശപ്പ് ശമിപ്പിക്കുക, ഭക്ഷണം വഴി ശരീരത്തിനും മനസ്സിനും പോഷണം തേടുക, അതിലൂടെ സംതൃപ്തി കണ്ടെത്തുക എന്നിവയെല്ലാം സാബത്തിനേക്കാൾ പ്രാധാന്യമുള്ളവയായിരുന്നു. അവയെ നിഷിദ്ധമാക്കുന്ന ഒരു ദൈവം കാർക്കശ്യക്കാരനായ ദൈവമാണ്, കരുണയുടെ ദൈവമല്ല. സകല ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്ന ദൈവം കരുണ തന്നെയാണ്. ദാവീദും അനുചരന്മാരും ദേവാലയത്തിൽ കയറി കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചു. അത് കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നത് പുരോഹിതന്മാർക്ക് മാത്രമായിരുന്നു. അവർക്ക് വേണ്ടി മാത്രം നിയമത്തിൽ ഒഴിവ് കൊടുത്തിരുന്നു എന്നും കർത്താവ് ആരോപിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ദാവീദിനെയും കൂട്ടുകാരെയും കർത്താവ് കാണുന്നത്. അദ്ദേഹം പുരോഹിതനായ അഭിമലേക്കിൻ്റെ അടുത്ത് ചെന്നാണ് തനിക്കും കൂട്ടുകാർക്കും വേണ്ടി കാഴ്ചയപ്പം ആവശ്യപ്പെട്ടത്. ദേവാലയത്തിന് തന്നെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധിയെയാണ് കർത്താവ് ഇവിടെ ചോദ്യം ചെയ്തത്. തുടർന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ അവിടുത്തെ കാഴ്ചപ്പാടിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്നവയായിരുന്നു. ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ സാന്നിധ്യം കരുണാനിധിയായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന കാഴ്ചവസ്തുക്കളേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് ദേവാലയത്തിനാണ്. എന്നാൽ ദേവാലയം പോലും ആപേക്ഷികമാണ്, റിലേറ്റീവ് എന്ന കാഴ്ചപ്പാടായിരുന്നു കർത്താവിൻ്റേത്. താൻ തന്നെയാണ് ദേവാലയം എന്ന ബോധ്യത്തെയും സത്യത്തെയും വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കുന്നില്ലേ? ജെറൂസലേം ദേവാലയത്തെ 3 ദിവസങ്ങൾ കൊണ്ട് പുതുക്കി പണിയുമെന്ന് പറഞ്ഞ കർത്താവ് താൻ ദേവാലയത്തേക്കാൾ വലിയ ദൈവസാന്നിധ്യമായി വെളിപ്പെടുത്തി. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്.
കർത്താവിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ വിശാലത നൽകുന്നതായിരുന്നു കർത്താവിൻ്റെ മറ്റൊരു പരാമർശം. നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. യോഹന്നാൻ 10:34-45, സങ്കീർത്തനം 82:6. ആദ്യമായി തന്നെ പിതാവിൽ നിന്ന് നൽകപ്പെട്ട ദൈവവചനം തന്നെയാണ് താനെന്നും അവിടുന്ന് ദൈവമാണ് എന്നും കർത്താവ് സമർത്ഥിക്കുന്നു. ആ വചനത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവരെയും ദൈവമക്കളെന്ന് വിളിക്കാമെന്ന വിശാല കാഴ്ചപ്പാടിനെയും കർത്താവ് അംഗീകരിക്കുന്നു. യോഹന്നാൻ 17:21-23. പരസ്പരം ഉള്ളിലായിരിക്കുന്ന സാന്നിധ്യമാണ് ദൈവത്തിൻ്റെയും ദൈവമക്കളുടെയും. അതുവഴിയാണ് ദൈവം നമ്മിൽ വസിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ദേവാലയങ്ങളാകുന്നത്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ ഭവനമാകുന്നതും അതുവഴിയാണ്. എത്ര ആഴമായ ഉൾക്കാഴ്ചയാണ് കർത്താവിൻ്റെ വാക്കുകളിലുള്ളത്! ഇവിടെ തുടങ്ങി ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തെയും ദേവാലയമായി കണക്കാക്കാമെന്ന ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. സോളമൻ്റെ പ്രാർത്ഥനയാണ് ഈ ചിന്തയ്ക്ക് പശ്ചാത്തലമാകുന്നത്. ദൈവം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വസിക്കുമോ? ഇതാ, അങ്ങയെ ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും സാധിക്കുകയില്ല. എന്നാൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എന്ത്? രാജാക്കന്മാർ 8:27. ദാവീദ് നിർമ്മിച്ച അതിമനോഹരമായ ദേവാലയത്തിൽ ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതിനെ ആരാധനാലയമായി അവിടുന്ന് സ്വീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ലോകത്തും പ്രപഞ്ചം മുഴുവനും അതിനുമപ്പുറത്ത് സ്വർഗത്തിലും അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും അതിലെ താളലയാത്മകത്വവും, ഹാർമണി, ജീവനെ നിലനിർത്തുന്ന ക്രമീകരണങ്ങളും, ഓർഡറിങ് എവറിത്തിങ് ടു സസ്റ്റെയിൻ ലൈഫ് ഇൻ ഹാർമണി വെളിവാക്കുന്നത് ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ലോകത്തെയും ദേവാലയമാക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് തനിച്ചായി ഒരു ഭവനമില്ല എന്ന ഉൾക്കാഴ്ചയാണ്. സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഈ ലോകം. അവ തനിച്ചല്ല ഇവിടെ വസിക്കുന്നത്. അവയെല്ലാം തൻ്റെ അനന്ത പരിപാലനയിൽ സംരക്ഷിക്കുന്ന ദൈവവും കൂടെ വസിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലോകവും ദേവാലയമാകുന്നു. ഇവിടെ വസിക്കുന്ന ദൈവം എല്ലാറ്റിനും ഭവനമാകുന്നു. ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ഇടവും. നിരന്തരമായ പരിപാലന ഉളവാക്കുന്ന ഇടത്തെയാണ് നമ്മൾ ഭവനം, ഹോം എന്ന് വിളിക്കുന്നത്. അത് പിതൃ സാന്നിധ്യത്തിൽ തുടങ്ങുന്നു. സഹോദരങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. സംരക്ഷണയുടെ കീഴിലാകുന്ന എല്ലാ ജീവജാലങ്ങളും ഒരു ഭവനത്തിൻ്റെ ഭാഗമാകുന്നു. ഇവിടെയാണ് ദൈവം വസിക്കുന്നത്. വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാറ്റിലും അന്തർയാമിയായിരിക്കുക എന്നതാണ്. അതുവഴി ദൈവം അസ്തിത്വത്തെയും അതിൻ്റെ ആകമാനമുള്ള ആവിഷ്കാരങ്ങളെയും തന്നിൽ താങ്ങി നിർത്തുന്നു. ഈ ലോകത്തിന് നിജസ്ഥിതിയും രൂപവും ഫോം കൊടുക്കുന്നത് ദൈവമാണെന്ന താത്വിക ഉൾക്കാഴ്ചയ്ക്ക് ഇവിടെ പ്രസക്തിയുണ്ട്. രൂപം എന്ന് പറയുന്നത് അതിൻ്റെ ആന്തരികതയിൽ പതിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സകല സൃഷ്ടിജാലങ്ങളിലും ഈ മുദ്ര പതിഞ്ഞിട്ടുണ്ട്. നമ്മിലത് തനിമയുടെ, യുണീക്ക്നെസ്സിൻ്റെ മുദ്രയാണ്. ഇവിടെ ഞാൻ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരികയാണ്. സകല സൃഷ്ടജാലങ്ങളും വിശ്രമിക്കുന്നത് ദൈവത്തിലാണ്. ഇവിടെ വിശ്രമമെന്ന വാക്ക് അർത്ഥമാക്കുന്നത് ജീവജാലങ്ങളെല്ലാം അനുഭവിക്കുന്ന അസ്തിത്വത്തിൻ്റെ താളലയാത്മകത്വവും സമാധാനവുമാണ്. ഹാർമണി ആൻഡ് പീസ്. അതുതന്നെയാണ് അവയ്ക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സാബത്തും. എന്നാൽ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ സാബത്ത് ഒരു നിബന്ധന, ഒബ്ലിഗേഷനാക്കി. അതിനെ മനുഷ്യനെ അടിമയാക്കി. ദൈവത്തെ തന്നെ മനുഷ്യൻ 7-ാം നാൾ വിശ്രമത്തിന് വിട്ടു. 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷം ദൈവത്തിന് വിശ്രമം ആവശ്യമായി എന്ന സങ്കുചിതവും മാനുഷികവുമായ കാഴ്ചപ്പാടോടെ അങ്ങനെ അവിടുത്തെ ദൈവികതയെയും നിയമജ്ഞർ വെട്ടിച്ചുരുക്കി. എന്നാൽ ദൈവം ഒരിക്കലും നിഷ്ക്രിയനല്ല, ഇനാക്റ്റീവ്. അവിടുന്ന് എപ്പോഴും പ്രവർത്തനനിരതനാണ്. ഹീ ഈസ് കോൺസ്റ്റൻ്റ്ലി ഇൻ ആക്ഷൻ. ഹീ ഈസ് പ്യുവർ ആക്ട് ഇറ്റ്സെൽഫ്, വിച്ച് ക്യാൻ ബി സെഡ് ടു ബി ഹിസ് ബീയിങ്. മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും നാഥനാണ് എന്ന കർത്താവിൻ്റെ വാക്കുകളോടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പൂർത്തിയാകുന്നത്. അതെന്താണെന്ന് നിർവചിക്കുന്നതും ദൈവമായ കർത്താവ് തന്നെയാണ്. മനുഷ്യൻ കൂട്ടിച്ചേർത്ത നിബന്ധനകളെയും കാർക്കശ്യത്തെയും നീക്കിക്കളയുവാൻ അവിടുന്ന് കടന്നു വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമുണ്ട് ഈ വാക്കുകളുടെ പിന്നിൽ. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറഞ്ഞ വാക്കുകളെ ഇവിടെ അനുസ്മരിക്കാം. സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല. മനുഷ്യന് സാപത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന കർത്താവ് നിയമത്തിലെ പലതിനെയും മനുഷ്യസൃഷ്ടിയായി കാണിച്ചു തരുന്നു. അതിൻ്റെ നിബന്ധനകളുടെ പരിധിയെ അവിടുന്ന് വെട്ടിച്ചുരുക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം
2-ാം അധ്യായം 2-3 വാക്യങ്ങൾക്ക് ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയാണ് ഇവിടെ. അവിടുന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉച്ചരിച്ച വചനം മാംസം ധരിച്ചപ്പോൾ മാനുഷികമായ വ്യാഖ്യാനം അവിടുന്ന് നൽകി. അതായത് അവിടുന്ന് സാബത്തിൻ്റെയും കർത്താവാണ് എന്ന്. ദൈവശാസ്ത്രപരമായ പുനരവലോകനത്തിൽ സാബത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: വിശ്രമം, നവീകരണം, പുതുസൃഷ്ടി എന്നിവയ്ക്ക്. റെസ്റ്റ്, റെനോവേഷൻ, റീക്രിയേഷൻ. അതായത് ആവർത്തന വിരസമായ, ക്ഷീണിപ്പിക്കുന്ന, പുതുമ നഷ്ടപ്പെടുത്തുന്ന അധ്വാനത്തിൽ നിന്നുള്ള മോചനമാണ് എല്ലാറ്റിലും മനുഷ്യൻ അനുഭവിക്കേണ്ടതും പങ്കുവയ്ക്കേണ്ടതും. കരുണയും നന്മയും ആണ് മേഴ്സി ആൻഡ് ഗുഡ്നെസ് നമ്മൾ അഭ്യസിക്കേണ്ടതും പങ്കുവയ്ക്കേണ്ടതും. സാബത്തിൽ നന്മ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. നന്മ ചെയ്യാനും കരുണ കാണിക്കുവാനും സമയം കണ്ടെത്തുകയും വേണം. മർക്കോസ് 3:4. സാബത്തിനെ ബലിയർപ്പണവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ഞായറാഴ്ചയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നത്. ഇവിടെയും കർത്താവ് നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായി 9:13-12:7. ഇതിൻ്റെ ആദ്യ പ്രഖ്യാപനം നാം പഴയ നിയമത്തിലും കാണുന്നു. ഹോസിയ 6:6. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം ബലി കഴിക്കുവാനുള്ളതാണ് എന്ന ചിന്ത കാലഹരണപ്പെട്ടു പോയ ഒന്നാണ്. എല്ലാം സ്നേഹമായി പരാവർത്തനം ചെയ്യപ്പെടുവാനുള്ളതാണ് എന്ന വ്യാഖ്യാനമാണ് നമ്മൾ നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മതത്തിന് തന്നെയും കൊടുക്കേണ്ടത്. അതുപോലെ അധ്വാനവും ഉൽപ്പാദനക്ഷമതയും ക്രിയാത്മകതയും ജീവിതത്തെ വിശ്രമരഹിതമാക്കുന്ന ജോലികളും ജോലി സംവിധാനങ്ങളും ജോലി സമയവും സമയക്രമവുമൊക്കെ വിമർശന വിചിന്തന വിഷയമാക്കേണ്ടതാണ്. സാമൂഹിക നീതി നിർവഹിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങളും കർത്താവിൻ്റെ ഉപസംഹാര വാക്കുകളെ ഉൾക്കൊള്ളുവാൻ തയ്യാറായാൽ സാമൂഹിക നീതിയും സമാധാനവും കൂട്ടായ്മയും എല്ലാ സമൂഹങ്ങളിലും ഉറപ്പാകും. അതിനുള്ള പ്രേരണാശക്തി ഉൾക്കൊള്ളുന്നതാകട്ടെ നമ്മുടെ പ്രബോധനാത്മക സാന്നിധ്യവും ഇടപെടലുകളും. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.